അസ്സലാമലൈക്കും. അപ്പോൾ എൻ്റെ ചെറിയൊരു കുഞ്ഞു ലോങ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ മീൻ കിട്ടിയിട്ടുണ്ട്, ചൂര മീനാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഇനിയെല്ലാം കഷ്ണങ്ങളാക്കിയൊക്കെ എടുക്കണം. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എൻ്റെ മുളകുണ്ടാകുന്ന നോക്കിയിട്ട് വരാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. അപ്പം അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് മുളക്. ഒരു 5-6 മീൻ കറി ഇടാനായിട്ടുള്ള മുളക് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ആവശ്യത്തിന് ഇത് മതിയാവും. അപ്പോൾ മീൻ കറിക്ക് ഞാൻ അരപ്പെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ മീൻ കറി നമുക്കിനി ഗ്യാസിലോട്ട് വെച്ച് കൊടുക്കാം. 1 മണിയാകുമ്പം മോൻ വരും, ചോറ് കഴിക്കാൻ വരും. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാം റെഡിയാക്കി വെക്കണം. അപ്പോൾ മോര് ഇറക്കിയാണ് പച്ചമുളക്, തക്കാളി, ഇതാ വന്നിട്ടുണ്ട്. നീ 2 ദിവസം എവിടെ ഇരുന്നടാ? നീ വരാത്തെന്തിങ്ങോട്ട്? ഏടാ അപ്പോൾ ഗൈസ്, മോര് കറിക്ക് ഞാൻ ഒന്നുകൂടെ ചേർത്തിട്ടുള്ളത് ഒരു കുഞ്ഞു തക്കാളിയും ഒരു കുഞ്ഞു സവാളയും കൊത്തിയരിഞ്ഞ്, പിന്നെ പച്ചമുളക്, അത് ഞാൻ ഇവിടെ നട്ടുപിടിപ്പിച്ചതിലുള്ള പച്ചമുളകും കൂടെയാണ് ഞാൻ ഇന്നതിന് കടുവറക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. മോര് കറിക്ക് ഭയങ്കര ടേസ്റ്റായിരിക്കും. തക്കാളിയും കുഞ്ഞു സവാളയും മുളകും ചേർത്താൽ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ മീൻ വറുക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മീൻ കറി അടിപൊളി ടേസ്റ്റിൽ മുളകും മല്ലിയും ഞാൻ ചൂടാക്കിയാണ് ഞാൻ ഇന്ന് മീൻ കറി വെച്ചത്. അപ്പോൾ അത് മോര് കറി, ചീനിയുടെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു, സമയം കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അത് തയ്യാറാക്കി വെച്ചിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ച്. അപ്പോൾ അതുകൊണ്ട് അത് വീഡിയോ ഇങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം പാവയ്ക്ക ഞാൻ വറുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പാവയ്ക്ക വറുത്തതും ചീനിയും ചോറും, പിന്നെ മീൻ വറുത്തത്, പപ്പടം ലാസ്റ്റാണ് ഞാൻ മൂപ്പിച്ചെടുത്തത് പപ്പടം. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളത്തെ വീഡിയോ കാണുമ്പോഴേക്കും അസ്സലാമു അലൈക്കും.